ഇന്നത്തെ ഹിന്ദു ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. അതായത് ഒരു എം എൽ എ, അത് രാഷ്ട്രീയഭേദമാവട്ടെ, ഞാൻ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നില്ല. സ്ഥലം കർണാടകയിലാണ്. കർണാടകയിലെ ഷിരാഹട്ടി എം എൽ എ ഡോക്ടർ ചന്ദ്ര ലമാനി എന്ന് പറയുന്ന ഒരാളും ആ എം എൽ എയും അദ്ദേഹത്തിൻ്റെ 2 പി എമാർ, ആ പി എമാർ മഞ്ജുനാഥ് വാത്മീകി എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ ഗുരു നായിക് എന്ന് പറയുന്ന ആളും അവർ അറസ്റ്റിലായി. ലോകായുക്ത പോലീസിൻ്റെ അറസ്റ്റിൽ. കാര്യം എന്തോന്നറിയോ? ഒരു കോൺട്രാക്ടറുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയത് കൈയോടെ പിടികൂടി. ഇതാണ് കാര്യം. കോൺട്രാക്ടർ എന്ന് പറയുന്നത് ഒരു ക്ലാസ് 1 കോൺട്രാക്ടറാണ്. അവിടെ വിജയ് പൂജാർ എന്ന് പറയുന്ന ഒരാളാണ്. അതേ ജില്ലയിൽ തന്നെ ഉള്ള ആളാണ് അദ്ദേഹവും. ഈ കോൺട്രാക്ടർ ഒരു മൈനർ ഇറിഗേഷൻ പ്രോജക്റ്റ് കോൺട്രാക്റ്റ് എടുത്തു. ഇതിന് ക്ലിയറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എം എൽ എ വിചാരിച്ചാലേ പറ്റുള്ളൂ. അതിന് എം എൽ എ ഡോക്ടർ ചന്ദ്ര ലമാനി ആവശ്യപ്പെട്ടത് 11 ലക്ഷം രൂപയാണ്. 11 എന്ന് പറഞ്ഞാൽ ഒരു 50,000 രൂപ വീതം മറ്റേ ഈ കൂടെ നടക്കുന്ന 2 പി എമാർക്കും 10 ലക്ഷം ഇയാൾക്കും, ആ ഉദ്ദേശത്തിലാണ് ചോദിച്ചു. അവസാനം ഈ 5 ലക്ഷം രൂപ അന്ന് ആദ്യം കൊടുക്കാമെന്ന് പറഞ്ഞു. ഈ കോൺട്രാക്ടർ പോയി ലോകായുക്ത പോലീസിൻ്റെ അടുത്ത് ലോകായുക്തയിൽ ഈ വിവരം പറഞ്ഞു. അങ്ങനെ ലോകായുക്ത പോലീസ് ഇത് കൊടുത്തോളാൻ പറഞ്ഞു, വിട്ടു. അവർ കൂടെ പോയി. ഇത് ഇയാൾക്കൊരു ആശുപത്രി ഉണ്ട് അവിടെ, അതായത് ബാലാജി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ആശുപത്രി. ലക്ഷ്മേശ്വർ ടൗണിലാണ് ഈ ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിൽ അത് ഇയാളുടെ വകയാണ് ഈ ആശുപത്രി. അപ്പോൾ ആ ആശുപത്രി വെച്ച് ഈ കാശ് കൈമാറിയപ്പോൾ പിടികൂടി. അപ്പോൾ അത് ക്യാഷായിട്ടാണ് കൊടുത്തേക്കുന്നത്. ക്യാഷ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ ഇവരെയൊന്ന് പിടികൂടി. അപ്പോൾ അപ്പോഴത്തേക്ക് ഈ ഗുരുനായിക്ക് ഒരു പൊതി എടുത്ത് വെളിയിലേക്ക് എറിഞ്ഞു. ആ എറിഞ്ഞത് അടുത്ത കോമ്പൗണ്ടിലാണ്, അതൊരു സ്കൂൾ കോമ്പൗണ്ടാണ്. അവിടുന്ന് കണ്ടെടുത്ത പൊതി. ആ പൊതിക്കകത്ത് 50,000 രൂപ ഉണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, അത് ഇവർക്കുള്ള കാശാണ്. ബാക്കി ക്യാഷായിട്ട് 4 ലക്ഷം രൂപ ഈ ആശുപത്രിയിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. ഈ 3 എണ്ണം അറസ്റ്റിലായി. ഈ വാത്മീകിയും ഗുരുനായകും അതുപോലെ തന്നെ ലമാനിയും ഒക്കെ അറസ്റ്റിലായി. അപ്പോൾ ഇനി ലമാനിയൊക്കെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അനുയായികൾ അവിടെ ഒത്തുകൂടി കേട്ടോ, ബഹളം ഉണ്ടാക്കാനായിട്ട്. പക്ഷേ പോലീസ് ടൈംലി ആയിട്ട് ഇടപെട്ട് അവന്മാരെയൊക്കെ പിരിച്ചു വിട്ടു, ഓടിച്ചു വിട്ട് അങ്ങനെ പോയി. അപ്പം ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ ഉണ്ട്. ഇയാൾ ഇങ്ങനെ ആയെന്നുള്ളത്, എം എൽ എ ആയത്, അതും വളരെ രസകരമായ കാര്യമാണ്. ഇയാൾ അവിടെ ഒരു ഹോസ്പിറ്റൽ, അതേ ആ ടൗണിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ ഈ ഇലക്ഷന് മുമ്പായിട്ട്, ഇയാൾ എം എൽ എ ആവുന്ന ഇലക്ഷന് മുമ്പായിട്ട് അവിടുത്തെ താലൂക്ക് ഹെൽത്ത് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റുണ്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ. അവിടെ ഈ ഷിരാഹട്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ ഇയാൾ താലൂക്ക് ഹെൽത്ത് ഓഫീസറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ OPD സ്ലിപ്സ്, അതായത് ഔട്ട് പേഷ്യൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ലിപ്സ് ഉണ്ട്, സ്ലിപ്പ് കൊടുക്കുന്നത്. അതിന് ഓരോന്നിനും കമ്മീഷൻ വാങ്ങിച്ച്, എന്ന് വെച്ചാൽ ഒരുപാട് രോഗികളുള്ളതാണ്. അതിനെല്ലാം സ്ലിപ്പ് കൊടുക്കാനായിട്ട് കാശ് വേണം. ആ കാശ് കളക്ട് ചെയ്തത് മുഴുവൻ വലിയ അഴിമതിയാണെന്നുള്ളത് അത് ഇയാളാ ചെയ്യിപ്പിച്ചേക്കുന്നതെന്നും പരാതി വന്നു. ആ പരാതി അന്വേഷണത്തിന് വന്ന ഉടനെ വന്നു കഴിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ, ഇത് കുടുംബമൊന്ന് മനസ്സിലായി. ഇയാൾ ജോലി അങ്ങ് രാജിവെച്ചു, വേറൊന്നും ചെയ്തില്ല. ജോലി രാജിവെച്ചിട്ട് ഇയാൾ ഒരു രാഷ്ട്രീയ പാർട്ടി ചേർന്നു. പക്ഷേ എന്നിട്ട് ഇയാളുടെ റെസിഗ്നേഷൻ ഉണ്ടല്ലോ, രാജി, സർക്കാർ അനുവദിച്ചില്ല, അത് അംഗീകരിച്ചില്ല. എന്ന് പറഞ്ഞാൽ അയാൾ രാജിവെച്ചതായിട്ട് അംഗീകരിച്ചിട്ടേ ഇല്ല. അയാൾ സർവീസ് തുടരുന്നത് പോലെ ഇരിക്കുകയാണ്. അൺഓതറൈസ്ഡ് ആബ്സെൻസ് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഇലക്ഷൻ വരുന്നത്. അയാൾ തന്നെത്താനങ്ങ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. അയാളുടെ പുറകിൽ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അതുകൊണ്ട് ഷിരാഹട്ടിയിലെ MLA കാൻഡിഡേറ്റ് ഞാനാണെന്ന് പ്രഖ്യാപിച്ചു. അത് ഗവൺമെൻറ്റിലേക്ക് പോലീസ് റിപ്പോർട്ട് ചെയ്തു. കാരണം ഇയാൾ ചെയ്തത് നിയമവിരുദ്ധമായ കാര്യമാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അയാളുടെ സർവീസിലെ റെസിഗ്നേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ചെയ്യാത്തടത്തോളം കാലം ഇയാൾക്ക് കോഡ് ഓഫ്
കോണ്ടക്റ്റിൻ്റെ വയലേഷനാണ് നടത്തിയേക്കുന്നത്, ഇയാൾക്ക് ഇതിന് അവകാശമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അത് കഴിഞ്ഞുണ്ടല്ലോ, അയാൾക്കത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം. അത്രയേ ഉള്ളൂ, മനസ്സിലാക്കണം. വലിയ താമസമില്ലാതെ തന്നെ ഇലക്ഷന് തൊട്ട് മുമ്പ് ഇയാളുടെ റെസിഗ്നേഷൻ സ്വീകരിച്ചു. അപ്പോൾ അയാൾ റിസൈൻ ചെയ്ത ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. അയാൾ റിസൈൻ ചെയ്തു പോയി. അയാൾക്ക് പിന്നെ ഇലക്ഷൻ മത്സരിക്കേണ്ട ആവശ്യമില്ല. ഏതാണ്ട് ഇലക്ഷന് മത്സരിച്ചു. ഏതാണ്ട് 28,000 ഇഷ്ടം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇയാൾ ജയിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും വലിയ കള്ളത്തരം നടത്തുന്ന ഒരുത്തൻ. നാട്ടുകാർ വരുന്ന പാവപ്പെട്ട രോഗികളുണ്ടല്ലോ, ഈ താലൂക്ക് ആശുപത്രി വരുന്ന രോഗികളെ ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ ആരായിരിക്കുമെന്ന്. വെറും പാവപ്പെട്ടവരാണ്. കാശുള്ളവനൊന്നും ഈ ആശുപത്രിയിലൊന്നും പോവുകയില്ല, അവിടെ പോകത്തില്ല. അവർക്കൊക്കെ വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ, വലിയ ആശുപത്രിയിൽ അവർ പോവുള്ളൂ. നമ്മുടെ MLA മാരും മന്ത്രിമാരും ഒക്കെ കണ്ടിട്ടില്ല, അവരൊക്കെ അങ്ങനെ പോവുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് വളരെ ഒരു ജീർണിച്ചൊരു സ്ഥലമാണ്. അവിടെ വരുന്ന ഈ പട്ടിണി പാവങ്ങളാണ് ഈ വരുന്നതും സാധാരണക്കാരും. അവരുടെ കയ്യിൽ നിന്നാണ് OP ടിക്കറ്റിന് വേണ്ടി അത് ഇഷ്യൂ ചെയ്യുന്നതിന് കാശ് വാങ്ങിക്കൊണ്ടിരുന്നത് ഇയാൾ. അത്രയും വലിയൊരു കള്ളനെയാണ് ഈ അവസാനം തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി ആളുകൾ ജയിപ്പിച്ചത്. അപ്പോൾ അയാളുടെ ആ കഴിവ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അയാളാണ് MLA ആയി കഴിഞ്ഞത്. ഇത് ഒരൊറ്റ അവസരത്തിലാണ് ഈ പിടിക്കപ്പെട്ടേക്കുന്നത്. ഇതുപോലെ എത്രയോ പേരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ MLA മാരൊക്കെ ആയിക്കഴിഞ്ഞാലുള്ള അതിൻ്റെ പുറകിലുള്ള നടത്താവുന്ന അഴിമതികളെക്കുറിച്ച്, അതിൻ്റെ ആ മാഗ്നിറ്റ്യൂഡ് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ. ഇത് ഒരു മൈനർ ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ക്ലിയറൻസിന് വേണ്ടിയാണ് ഈ 11 ലക്ഷം രൂപ ഇയാൾ ആവശ്യപ്പെട്ടത്. അതിൽ നിന്ന് 5 ലക്ഷം രൂപ കൈപ്പറ്റിയത്. അപ്പോൾ ഇത് ലോകായുക്ത പോലീസ് അവിടുത്തെ കർണാടകയിലെ ആയതുകൊണ്ട് ഇയാൾ പിടിക്കപ്പെട്ടു. ഇല്ലെങ്കിലോ അനങ്ങത്തില്ല. ഇവിടെ ലോകായുക്തയൊക്കെ ഉണ്ടല്ലോ, ഇവിടുത്തെ പോലീസ്, ലോകായുക്ത ഇവിടെ ഏതെങ്കിലും ഒരു കേസ് പോലെ പിടിപ്പിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ കർണാടകയ്ക്ക് ഒരു പാരമ്പര്യമുള്ളത്, അവിടുത്തെ ലോകായുക്തയായിട്ട് പണ്ടിരുന്നിട്ടുള്ളത് സന്തോഷ് ഹെഗ്ഡെ എന്ന് പറയുന്ന മഹാനായ ജഡ്ജിയായിരുന്നു. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ജഡ്ജിയായിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹമായിരുന്നു. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജായിരുന്നു അദ്ദേഹം. അദ്ദേഹം അവിടെ രാഷ്ട്രീയ നേതൃത്വത്തോടെല്ലാം പടവെട്ടിയാണ് കർണാടകയുടെ ലോകായുക്തയായിട്ടിരുന്നത്. ആ പവർ കാണിച്ചു കൊടുത്തു. നമ്മുടെ ശേഷൻ ഇലക്ഷൻ കമ്മീഷണറായിരുന്നത് പോലാണ് യഥാർത്ഥത്തിൽ. അതിനപ്പുറമാണ് ഈ കർണാടക ലോകായുക്തയായിട്ട് നമ്മുടെ ജസ്റ്റിസ് സന്തോഷ് ഹെഗ്ഡെ ഇരുന്നത്. അപ്പോൾ അത് നമ്മൾ ആ ഒരു ലീഗസി അവർക്കുള്ളത് കൊണ്ടാണ് ഇതിൽ പിടി വീണത്. ഇപ്പോൾ സെക്ഷൻ 7A പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, PC ആക്ടിൻ്റെ, അപ്പോൾ അതനുസരിച്ചുള്ള കേസ് ഇയാളുടെ പേർക്ക്, ഇയാളുടെയും അതായത് ഈ ലമാനിയുടെയും, ഡോക്ടർ ലമാനി, അതേപോലെ തന്നെ വാത്മീകി, അതുപോലെ ഗുരുനായിക്, ഇവരെ 3 പേരെയും പ്രതികളാക്കി ലോകായുക്ത പോലീസ് ആ കേസ് രജിസ്റ്റർ ചെയ്ത് FIR ഇട്ടിട്ടുണ്ട്. ഏതായാലും ഇയാൾ ഇങ്ങനെ പിടിക്കപ്പെട്ടത് വലിയ കാര്യം, വളരെ ഒരു കാര്യം. ഇതേപോലെ എല്ലാ കള്ളന്മാരെയും ഇതുപോലെ പിടിക്കണം, പണം വാങ്ങുന്നത്. ജനങ്ങളുടെ കയ്യിൽ നിന്ന് വോട്ടും തെണ്ടി വാങ്ങിയിട്ട് അവസാനം ഇതേപോലെ അവർക്കൊരു പ്രോജക്റ്റ് ക്ലിയർ ചെയ്യാൻ, ഒരു മൈനർ ഇറിഗേഷൻ പ്രോജക്റ്റ് ക്ലിയർ ചെയ്യാൻ ഈ 11 ലക്ഷം രൂപ കൈക്കൂലി ചോദിക്കുക, അതിൽ നിന്ന് 5 ലക്ഷം രൂപ കൈക്കൂലി അക്സെപ്റ്റ് ചെയ്യുക. ഈ കോൺട്രാക്ടർമാർ പിന്നെ എങ്ങനെ നന്നായിട്ട് പണിയും? ഇത് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണത്. ഒരു കോൺട്രാക്റ്റ് അലോട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ 40% മാത്രമേ ജനങ്ങളിലേക്ക് ചെല്ലുന്നുള്ളൂ, ആ പ്രോജക്റ്റിന് ചെല്ലുന്നുള്ളൂ. ബാക്കി 60% ഇതുപോലെ കിക്ക് ബാക്സ് ആണ്. രാഷ്ട്രീയ നേതൃത്വങ്ങളും ഉദ്യോഗസ്ഥ പ്രഭുക്കന്മാരും അങ്ങ് പറ്റും. എവിടെ ലോവർ ഡിവിഷൻ ക്ലാർക്ക് വരെയുള്ളവന്മാർക്ക് കൈക്കൂലി കൊടുക്കണം. ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ അതിന് എത്ര പേർക്ക് കൈക്കൂലി കൊടുത്ത് നോക്കും? ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് ബില്ല് പാസ്സാക്കുന്നതാണ്. ഇതാ ഞാൻ പറഞ്ഞത്, ഇത് ഇത്രയും വലിയ ആ 60% പണം, അതായത് കോൺട്രാക്ടറുടെ ലാഭവും കഴിഞ്ഞാൽ ഞാൻ പറയുന്നത്, അതുകൂടെ ചേർത്ത് അവർ 60% അങ്ങനെ അങ്ങ് പോവും. 40% മാത്രമേ നമ്മുടെ പബ്ലിക് എക്സ്ചെക്കറിൽ നിന്നുള്ള പണം ഇവിടെ ജനങ്ങളുടെ ക്ഷേമത്തിന് ഉപയോഗിക്കപ്പെടുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ ഒരു ഉദാഹരണമായത് ശ്രദ്ധിക്കണം എല്ലാവരും.